ആദ്യമേ തന്നെ പറയാനുള്ളത് മൂന്നാമത് ഒരു പെൺകുട്ടി കൂടി പരാതി നൽകിയിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇത്രയധികം സൈബർ അറ്റാക്ക് നേരിടുന്ന, പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിഷയം കൂടിയായിട്ടും ധൈര്യത്തോടെ മുന്നോട്ട് വന്നതിൽ ആ പെൺകുട്ടിക്ക് അഭിനന്ദനം അർപ്പിക്കുന്നു. ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമല്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ അറിയാം, മൂന്നാമത്തെ പരാതി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യം നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് 3 മാസങ്ങൾക്ക് ശേഷമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ആ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല ഈ വിഷയം എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച ഒരു കാര്യം മാത്രമാണ്. ഇതിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, 2 പേർ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെടുകയും അതിനുശേഷം പരാതി നൽകുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ്. അതിനേക്കാൾ ഇവിടെ അതിജീവിതകൾ നേരിടുന്ന പ്രശ്നം അവർക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവം നശിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയി എന്നുള്ളതാണ്.